നിലപാടോ നിലവാരമോ സമുദായത്തോട് പ്രതിബദ്ധതയോ ഇല്ലാത്ത ഒരു പത്രം സമുദായ സ്നേഹത്തിന്റെ പേരിൽ എന്തിനു ചുമക്കണം? ദീപികയിൽ ഏതു വാർത്ത എങ്ങനെ കൊടുക്കണമെന്ന് ആദ്യം എഡിറ്റർ തീരുമാനിക്കും. പിന്നെ വാർത്ത എവിടെയാണോ അവിടെ ഉള്ളവരോട് അനുവാദം ചോദിക്കും. പിന്നെ മുതലാളിയായി ഒരു രൂപ പോലും മുടക്കാതെ ഞെളിഞ്ഞിരുന്ന് വൈദികനോട് ചോദിക്കും. പിന്നെ സഭ എന്ന് പറഞ്ഞ് പാംപ്ലാനി മെത്രാനോട് ചോദിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ആർക്കും കുഴപ്പമില്ല എങ്കിൽ പത്രത്തിൽ വാർത്ത വരും. ദീപിക മാനേജിംഗ് ഡയറക്ടറായ വൈദികനോട് ഇതിനു മുമ്പ് ആ കസാരയിൽ ഇരുന്ന് ദീപികയെ നയിച്ച ബഹുമാനി വൃദ്ധ പുരോഹിതൻ അദ്ദേഹത്തിന്റെ അസ്വസ്ഥതകളെല്ലാം മറന്ന് ഒരു ഞായറാഴ്ച ദിവസം വെളുപ്പിന് 5:30 മണിക്ക് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് കുടുംബ കൂട്ടായ്മ ലീഡർമാരുടെ പ്രവർത്തനം കൊണ്ട് 100 പത്രത്തിന്റെ ഒരു വർഷത്തെ വരിസംഖ്യയും വാങ്ങി 100 പത്രത്തിന്റെ വരിക്കാരെ വേറെയും ചേർത്ത് അതുപോലെ കഷ്ടപ്പെട്ടാണ് ദീപിക തളരാതെ നോക്കിയത്. അദ്ദേഹത്തിന്റെ ഊഴം കഴിഞ്ഞപ്പോൾ അടുത്ത രൂപതയ്ക്ക് കൈമാറി. ഒരു പത്രമെങ്കിലും സ്വന്തമായി പിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ഫാരിസ് അബൂബേക്കർ പോയിട്ടും ഇപ്പോഴും ദീപിക നടത്തുന്ന ജിഹാദി പ്രീണനം ഏത് പോളിസിയുടെ ഭാഗമാണ്? സഭയുടെ പത്രം വിശ്വാസികൾക്ക് വേണ്ടിയാകണം, അല്ലാതെ ഏതെങ്കിലും മെത്രാൻ എന്തെങ്കിലും പറയുന്നതും നോക്കി പത്രം നടത്തിയാൽ ഒരിക്കൽ കൂടി വിറ്റൊഴിവാക്കി പോകേണ്ടി വരും. മാണിയച്ചൻ പോയപ്പോൾ അദ്ദേഹത്തിന് ശ്രമഫലമായി കിട്ടിയ ഒരു പത്രം പോലും നിലനിർത്താൻ കഴിയാതെ പോയതും അതുകൊണ്ടാണ്. മാറി മാറി വരുന്ന വൈദികരുടെ പരിശീലന കളരിയാക്കി വാർത്തകൾ മുക്കുന്നത് കൊണ്ടല്ലേ? ഒന്നോർക്കുക, ദീപികയുടെ എഡിറ്റോറിയൽ പോളിസി തീരുമാനിക്കുന്നവർ ദീപിക പത്രത്തിൽ ഒരു രൂപ പോലും സ്വന്തമായി മുടക്കാതെ അതിന് മുകളിൽ ഇരുന്ന് ആ പത്രം പണം കൊടുത്തു വാങ്ങുന്നവർ, എന്തു വായിക്കണമെന്ന് തീരുമാനിക്കുന്നവർ ലോഹയിട്ട കുറെ ആളുകളും അരപ്പട്ട കെട്ടിയവരുമാണെന്നത് എത്രയോ ദുരന്തമാണ്. കത്തോലിക്ക സഭയുടെ പത്രം വായിച്ചാൽ അതിന്റെ നടത്തിപ്പുകാർക്ക് ഇഷ്ടമുള്ള വാർത്തകൾ ഗുണമേന്മയില്ലാത്ത പത്രത്തിൽ അച്ചടിച്ചു വരികയുള്ളൂ. കാരണം ആരും വാങ്ങാതെ പത്രം ഒരിക്കൽ കൂടി പൂട്ടിപ്പോയാലും ഇപ്പോൾ നടത്തിപ്പുകാർക്ക് ലാഭം മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥ നാഥനില്ലാതെ നയിക്കപ്പെടുന്ന സീറോ മലബാർ സഭയുടെ ഒരു ഗതികേട് തന്നെയാണ്.